നമ്മുടെ ഫേസിലെ ചുളിവുകളും ഡ്രൈനസും ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ഗ്ലോ ആവാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടും പറ്റുന്ന അടിപൊളി ഒരു ഫേഷ്യലാണ് കേട്ടോ. ആഴ്ചയിൽ ഒരു തവണ ഇതുപോലെ ചെയ്ത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഒരുപാട് ഹാപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. കാരണം എന്താണെന്നറിയോ, ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ടു മീ. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെയും കൂടെ ഓർക്കുക. എന്തെങ്കിലും ആഘോഷമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നുമില്ല. ചെറിയൊരു കേക്കൊക്കെ വാങ്ങിക്കും, അല്ലാണ്ട് വലിയ ആഘോഷങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, എനിക്ക് എത്ര വയസ്സായിന്ന്. അപ്പോൾ ഇന്ന് 41 വയസ്സായി കേട്ടോ. 41 വർഷങ്ങൾ വളരെ പെട്ടെന്നാണ് കടന്നു പോയത്. ഒരിക്കൽ കൂടി ഒരു 25-ലോ 28-ലോ ഒക്കെ പോകാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരിക്കലും നടക്കാത്ത ആഗ്രഹമാണ്. പക്ഷെ സ്റ്റിൽ നമ്മൾ മനസ്സെപ്പോഴും 25 തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫേഷ്യലാണ്. നമ്മുടെ ഫേസിലെ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും അതേപോലെ ടാനൊക്കെ റിമൂവ് ആക്കാനായിട്ടും പറ്റുന്ന അടിപൊളി ഒരു ഫേഷ്യലിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം എൻ്റെ ഫേസിൽ അധികം ചുളിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. സ്കിൻ നന്നായിട്ട് ക്ലീൻ ആൻഡ് ക്ലിയർ സ്കിന്നായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അതിന് പറ്റുന്ന അടിപൊളി ഒരു ഫേഷ്യലാണ് ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ഈ ഒരു ഫേഷ്യൽ നമ്മൾ ആഴ്ചയിൽ ഒരു തവണ ചെയ്താൽ മതി. നമ്മുടെ സ്കിന്നിലെ ചുളിവുകൾ മാറ്റാനായിട്ടും ഡ്രൈനെസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അത്രയ്ക്ക് റിസൾട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വിസിബിൾ ആയിട്ടുള്ളൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. ക്ലെൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പാലാണ് കേട്ടോ. തിളപ്പിക്കാത്ത പാലാണ്. അപ്പം ഞാൻ ഇനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം ഞാൻ ഈ ഒരു പാല് ഫുള്ളായിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ട് ക്ലെൻസ് ചെയ്തെടുക്കുക, നന്നായിട്ട് മസാജ് ചെയ്തെടുക്കുക. നമ്മുടെ ഫേസിലെ ഡേർട്ടൊക്കെ മാറാനായിട്ടും അതേപോലെ ഫേസ് നന്നായിട്ട് ക്ലീൻ ആക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് പാല്. അപ്പം നമ്മൾ ഈ ഒരു പാല് തന്നെ ഡെയിലി ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളൊരു 35 വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ ഈ ഒരു ഫേഷ്യൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വർക്കൗട്ട് ആവുന്ന ഒരു ഫേഷ്യലാണ്. അപ്പം ഞാൻ ക്ലെൻസിങ് ഒക്കെ കഴിഞ്ഞു. ഇനി ഞാനിത് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഇനി ഞാൻ ഫേസ് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കട്ടെ. അടുത്തത് നമ്മൾ സ്ക്രബിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് റാഗിപ്പൊടിയാണ്. നമ്മൾ പഞ്ഞപ്പുല്ല് അതേപോലെ റാഗി എന്നൊക്കെ പറയും. നമ്മൾ കുട്ടികൾക്ക് കുറുക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന സംഭവമാണ്. പലയിടത്തും പല പേരിലാണ് കേട്ടോ ഇത് അറിയപ്പെടുന്നത്. അപ്പം ഞാൻ 1.5 സ്പൂണോളം റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ടാണ് നമ്മളിത് നന്നായിട്ട് കുറുക്കി എടുക്കണം. അപ്പം ഞാൻ ഇനി ഇത് കുറുക്കി എടുത്തിട്ട് കാണിക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1/2 ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പാലില്ലെങ്കിലോ അല്ലെങ്കിൽ പാൽ അലർജി ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം വെള്ളം ഒഴിച്ചിട്ട് സാധാരണ പോലെ കുറുക്കിയെടുത്താൽ മതി. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഇതുപോലെ കുറുക്കാനായിട്ട് വെക്കുക. നന്നായിട്ട് കുറുക്കിയെടുക്കുക. കുറുക്കിയെടുത്തതിന് ശേഷം നമുക്കിനി കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് എടുക്കണം. ഇനി ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇനി അതിന് ശേഷം നമ്മളിത് നന്നായിട്ട് ആറാനായിട്ട് വെക്കണം. തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിത് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇനി നമ്മൾ സ്ക്രബ് തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. സ്ക്രബ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1 സ്പൂൺ റാഗി കുറുക്കിയതാണ് എടുക്കേണ്ടത്. അതിലേക്ക് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, പഞ്ചസാരയാണ്. പഞ്ചസാര എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ അതും നന്നായിട്ട് ഒന്നുകൂടെ പൊടിച്ചിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പം ഞാനൊരു 1/2 സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്ക്രബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം.
റാഗിപ്പൊടി നമ്മുടെ സ്കിന്ന് നന്നായിട്ട് യങ്ങാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഫേസിലെ ചുളിവുകൾ മാറ്റാനായിട്ടും അതേപോലെ ഡ്രൈനെസ് ഒക്കെ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇത് നമ്മൾ ഫുള്ളായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ടും അതേപോലെ ടാൻ റിമൂവ് ആകാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാനിത് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ വാഷ് ചെയ്തിട്ട് വരാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഇനി ഞാൻ ഫേസ് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കട്ടെ. അടുത്തതെന്ന് പറയുന്നത് നമ്മൾ മസാജിങ് ആണ്. മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റാഗി കുറുക്കി വെച്ചിട്ടില്ലേ, ആ ഒരു റാഗി ഒരു സ്പൂൺ എടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് തേനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പം ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിരിക്കുന്നത്. റാഗി കുറുക്കിയതും അതേപോലെ അതിലേക്ക് കുറച്ച് തേനും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതാണ്. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. ആദ്യം നമ്മളിത് ഫുള്ളായിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്കിൻ നന്നായിട്ട് മസാജ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ഒരു ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ടും ഡ്രൈനെസ് മാറാനായിട്ടും സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇങ്ങനെ മസാജ് ചെയ്യുന്നത്. നമ്മൾ മസാജ് ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ മൂക്കിൻ്റെ സൈഡുകളിലും അതേപോലെ കവിളിലും ഒക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയ്ക്ക് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഫേഷ്യലാണ്. നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള അടിപൊളി ഒരു ഫേഷ്യലാണ് കേട്ടോ. അപ്പം ഞാൻ മസാജ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് യങ്ങായിട്ടുണ്ട്. അതേപോലെ ചുളിവുകൾ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയ്ക്ക് റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ഫേഷ്യലാണ്. അപ്പം ഞാൻ ഇനി ഫേസ് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കട്ടെ. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഒരു പാക്കാണ് ഇടാനായിട്ട് പോകുന്നത്. പാക്ക് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുക്കേണ്ടത് റാഗി, ആ ഒരു കുറുക്കി വെച്ചിരിക്കുന്ന റാഗി എടുക്കുക. അതൊരു സ്പൂൺ എടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ റാഗി കുറുക്കിയത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സ്പൂൺ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഒരു സ്പൂൺ അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പാലാണ്. പാല് നമ്മൾ ഇത് മിക്സ് ചെയ്യാൻ എത്ര വേണോ അത്രയും പാൽ ഒഴിക്കുക. തിളപ്പിക്കാത്ത പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ കിട്ടിയത്. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. അരിപ്പൊടി നമ്മുടെ സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ചെയ്യാനായിട്ടും അതേപോലെ ടാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ടും കറുത്ത പാടുകൾ മാറാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് റാഗിപ്പൊടി. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും റാഗി വെച്ചിട്ടുള്ള ഫേസ് പാക്കുകൾ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് അടിപൊളിയാണ്. ഒറ്റത്തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളൊരു 20 മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ സ്കിൻ എപ്പോഴും യങ്ങാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഒരു 30-35 വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ എന്താണെങ്കിലും ഈ ഒരു ഫേഷ്യൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ സ്കിന്നിലെ ഏജ്ഡ് ആയിട്ടുള്ള ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും അതേപോലെ ഡ്രൈനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.